കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴ ആരോപണത്തിൽ CPM നേതൃത്വത്തിന് SFI കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പരാതി. അക്ഷയാണ് പരാതി നൽകിയത്. 5 ലക്ഷം രൂപ തനിക്കും കോഴയായി വാഗ്ദാനം ചെയ്തെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം ക്രിമിനൽ കേസിലെ പ്രതിയെയും കലോത്സവത്തിൽ വാളണ്ടിയറായി നിശ്ചയിച്ചു. SFI മുൻ ഏരിയ സെക്രട്ടറി ആരോപണത്തിലാണ് വാളണ്ടിയറാക്കിയത്. നിരവധി കേസിലെ പ്രതിയാണ് ഇയാളെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ സാക്ഷ്യം പറയുന്നുണ്ട്. ചന്തു, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കോഴ ആരോപണം ശരിവെച്ചുകൊണ്ട് കോഴ തനിക്കും വാഗ്ദാനം നൽകി എന്ന തരത്തിലേക്ക് വെളിപ്പെടുത്തൽ മറ്റാരുമല്ല, SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെയാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പുറത്തു വന്ന വിവരങ്ങളൊക്കെ കലോത്സവത്തിൻ്റെ നടത്തിപ്പിൽ അടിമുടി കോഴയും മറ്റഴിമതിയും ഇടപെടലും ഒക്കെ ആയിരുന്നു ആരോപണം. അക്ഷരാർത്ഥത്തിൽ SFI തന്നെ തുറന്ന് സമ്മതിക്കുന്നു, അത് പാർട്ടി അറിയിക്കുന്നു, അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഉമേഷ്. കാരണം ഇതിൽ SFIയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ഈ സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അധ്യാപകന്റെ ആത്മഹത്യ, വിധികർത്താവായ അധ്യാപകന്റെ ആത്മഹത്യയിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. SFIക്കുള്ളിലെ തന്നെ ചില ഗ്രൂപ്പ് തർക്കങ്ങളും മറ്റും ഈ ഒരു കാര്യങ്ങളിലേക്ക് വഴിവെച്ചു എന്ന ഒരു ആക്ഷേപം നേരത്തെ തന്നെ നിലനിൽക്കെയാണ് ഇപ്പോൾ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും മാത്രമല്ല ഈ സംഘാടക സമിതിയിൽ തന്നെ ഈ വിധികർത്താക്കളുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയുമായ അക്ഷയ് ഇത്തരത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് തനിക്ക് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് മുൻ SFI തിരുവനന്തപുരം ജില്ലാ ഭാരവാഹിയാണ്. വിധികർത്താക്കളെ സ്വാധീനിക്കുന്നതിനാണ് ഈ പണം തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇത് ജില്ലാ കമ്മിറ്റിയിൽ നേരത്തെ പരാതിയായി വന്നു. SFI വിജിലൻസിന് പരാതി നൽകിയ സാഹചര്യമുണ്ട്. ഇത് മാത്രമല്ല, പരാതികളുടെ വലിയ ഒരു പ്രളയം തന്നെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. SFIക്കുള്ളിൽ തന്നെയുള്ള തർക്കങ്ങളും മറ്റുമെല്ലാം ഈ ഒരു സംഭവത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് SFIക്ക് പങ്കില്ല, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് SFIക്ക് പങ്കില്ലാതെ ABVP KSU സംഘടനകൾ അവിടെ സർവകലാശാല കലോത്സവം നടക്കാതിരിക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തതാണ് എന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സംഘാടക സമിതിയുടെ ചുമതലയുണ്ടായിരുന്ന SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടെയാണ് ഒരു ക്രിമിനൽ കേസിലെ പ്രതി ഇതുമായി ബന്ധപ്പെട്ട് വോളണ്ടിയറായി എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നത്. നേരത്തെ 2019 കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന കത്തിക്കുത്ത് കേസിലെ പ്രതി കൂടിയായ ആരോമൽ SFIയുടെ നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വോളണ്ടിയർ ആയിട്ടുണ്ട്. ഈ 2 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ ആരോമൽ. ഈ ആരോമൽ ഷാജിക്ക്, ഈ അധ്യാപകനായ ഷാജിക്ക് മർദ്ദനമേറ്റ സമയത്ത് ആരോമലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതിൽ ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇതുവരെ നീങ്ങിയിട്ടില്ല. അതേസമയം കണ്ണൂരിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ, ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് യൂണിവേഴ്സിറ്റി കോളേജിലെത്തി ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇനിയും ബാക്കി നിൽക്കുന്നു. അത് അറിയണമെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം തന്നെ വേണ്ടിയിരിക്കുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം നൽകിയ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പാർട്ടി തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഇത്തരം ഈ ക്രിമിനലുകളുടെ സാന്നിധ്യം? അപ്പോൾ ഈ കോഴ ഇടപാടൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രതികരണം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ CPMൽ നിന്ന്? CPMൽ നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സാധാരണ ഉണ്ടാകാറുള്ളത് പോലെ തന്നെ SFIക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാകും സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത്. ഇതിൽ SFIക്ക് പങ്കില്ല എന്നത്. നേരത്തെ തന്നെ SFI സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയാകുന്നു, അല്ലെങ്കിൽ സർക്കാരിന് തലവേദനയാകുന്നു എന്ന് ഘടകകക്ഷികൾ തന്നെ വിമർശനം ഉന്നയിക്കുന്നു. അപ്പോഴും CPM പ്രധാനമായും SFIക്കാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. ഈ SFIയുടെ ഇത്തരം ആക്രമണങ്ങൾ മറ്റുമൊക്കെ, ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം ആക്രമണ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ സർക്കാർ തന്നെ വളം വെച്ച് കൊടുക്കുന്നതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിലെല്ലാം സർക്കാർ സംരക്ഷിക്കുന്നു, ഈ CPM സംരക്ഷണം നൽകുന്നു. ആ ഒരു കാര്യം തന്നെയാകും ഈ വിഷയത്തിലും ഉണ്ടാകുക എന്ന കാര്യം സംശയമില്ലാതെ പറയാൻ കഴിയും. മാത്രമല്ല, ഇതിലിപ്പോൾ പോലീസിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. ഈ പോലീസിന്റെ അന്വേഷണം പ്രധാനമായും ഷാജിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതിലൊരു സമഗ്രമായ അന്വേഷണം പക്ഷേ വേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം നൽകിയ പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ SFIക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുമോ? ഇനി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ പുറത്തു വരാനുള്ളത് എന്നതും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും. എന്തായാലും കലോത്സവത്തിന്റെ മറവിൽ വൻപൻ അഴിമതി, ലക്ഷങ്ങളുടെ അഴിമതിയും കോഴയും ഒക്കെ നടന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് SFI കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെയാണ്. ചന്തുവാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.